നമസ്കാരം. വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. 27 ജനുവരി 2017 മുതൽ 31 മെയ് 2017 വരെ 4 മാസം ഇനി ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയായ മീനൻ രാശിയിലാണ്. മീനൻ രാശി ജലരാശിയാണ്. മീനൻ രാശിയുടെ നാഥൻ വ്യാഴമാണ്. മീനൻ രാശിയിൽ പ്രവേശിച്ചിരിക്കുന്ന ശുക്രൻ നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. മേടൻ രാശി. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗവും ചേർന്നതാണ് മേടൻ രാശി. ഇവരുടെ 12ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. അത് ധനനാശവും രോഗപീഠയും അനാവശ്യ പണച്ചിലവ് പ്രേമനൈരാശ്യം ഇവ ഉണ്ടാക്കും. ഇടവൻ രാശി. കാർത്തികയുടെ മുക്കാലും രോഹിണി മഹീരയുടെ അരയും ചേർന്നതാണ് ഇടവൻ രാശി. അവരുടെ 11ാം ഭാവത്തിൽ ശുക്രൻ വരും. അത് ധനലാഭവും പുതിയ കൂട്ടുകെട്ട് വിദേശയാത്രയ്ക്ക് പറ്റിയ സമയമാണ്. ബിസിനസ് നല്ലതായിരിക്കും. മിഥുനൻ രാശി. മകീരത്തിൻ്റെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാലും ചേർന്നതാണ് മിഥുനക്കുറ. ഇവരുടെ 10ാം ഭാവത്തിൽ ശുക്രൻ വരും. നല്ല ജോലിയും പ്രശസ്തിയും സമ്പത്തും ഉണ്ടാകും. ബിസിനസ്സിനും ലവ് മാരേജിനും പറ്റിയ സമയമാണ്. കർക്കിടകൻ രാശി. പുണർദത്തിൻ്റെ കാലും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഇവരുടെ 9ാം ഭാവത്തിൽ ശുക്രൻ വരും. സന്തോഷവും ഉയർന്ന വിദ്യാഭ്യാസവും ഭാഗ്യവും ഉണ്ടാവും. പിതാവിന് അസുഖങ്ങൾ ഉണ്ടാവും. ചിങ്ങൻ രാശി. മകരവും പൂരവും ഉത്രത്തിൻ്റെ കാലും ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവരുടെ 8ാം ഭാവത്തിൽ ശുക്രൻ വരും. പെട്ടെന്നുള്ള പണച്ചിലവും സ്വഭാവദൂഷ്യവും വഞ്ചന സ്വഭാവവും ഉണ്ടായിരിക്കും. കന്നിരാശി. ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിര അരയും ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് 7ാം ഭാവത്തിൽ ശുക്രൻ വരും. അത് വിവാഹം നടക്കാനും നല്ല സന്തോഷമുള്ള കുടുംബജീവിതവും ബുദ്ധിയും ഭർത്താവിൽ നിന്ന് ആനുകൂല്യവും യാത്രാസുഖവും കിട്ടും. തുലാൻ രാശി. ചിത്തിര അരയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും ചേർന്നതാണ് തുലാൻ രാശി. തുലാൻ രാശിക്കാർക്ക് ശുക്രൻ 6ാം ഭാവത്തിൽ വരും. അതവർക്ക് ക്രൂരമായ സ്വഭാവം, കലഹം, സ്ത്രീകൾ കാരണം ദുഃഖം, ശത്രുക്കൾ വർദ്ധിക്കാൻ ഇടവരും. വൃശ്ചികൻ രാശി. വിശാഖത്തിൻ്റെ കാലും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികൻ രാശി. ഇവരുടെ 5ാം ഭാവത്തിൽ ശുക്രൻ വരും. ബുദ്ധിശക്തിയും ഉയർന്ന വിദ്യാഭ്യാസവും സന്താനങ്ങളെ കൊണ്ട് ഗുണവും ഉണ്ടായിരിക്കും. ധനുരാശി. മൂലവും പൂരാടവും ഉത്രാടത്തിൽ കാലും ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാരുടെ 4ാം ഭാവത്തിൽ ശുക്രൻ വരും. അതുകൊണ്ട് പുതിയ വീട്, വാഹനം ഇവയെല്ലാം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഉയർന്ന വിദ്യാഭ്യാസവും ഉണ്ടാകും. മകരൻ രാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാരുടെ 3ാം ഭാവത്തിൽ ശുക്രൻ വരുന്നത്. സഞ്ചാരശീലവും ദരിദ്രവും ദുഃഖവും പരാക്രമ സ്വഭാവവും ഉണ്ടാകും. കുംഭക്കൂറ്. അവിട്ടത്തരയും ചതയവും പുരോട്ടാതി മുക്കാലും ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാരുടെ 2ാം ഭാവത്തിൽ ശുക്രൻ വരും. നല്ലപോലെ സംസാരിക്കാനുള്ള കഴിവും സൗന്ദര്യം, സമ്പദ് സമൃദ്ധി, ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാകും. മീനക്കൂറ്. പുരോട്ടാതി കാലും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറുകാര്. 1ാം ഭാവത്തിൽ ലഗ്നഭാവത്തിൽ ശുക്രൻ വരുന്നത്. അവർക്ക് ധൈര്യവും നല്ല ഭാഗ്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാവും. ഇനി ആരുടെയെല്ലാം ജാതകത്തിൽ ശുക്രൻ നീചനായിട്ട് വരുന്നുവോ അവർ വെള്ളിയാഴ്ച മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ ചൊല്ലുകയോ ദേവീ സ്തോത്രങ്ങൾ ചൊല്ലുന്നതും നല്ലതാണ്. വെള്ളിയാഴ്ച മാതാവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. നന്ദി. നമസ്കാരം.